പാലക്കാട് ട്രെയിനിന് മുന്നിൽ ഭാരതാംബ ചിത്രം വെച്ച് ബി.ജെ.പിയുടെ സ്വീകരണം. റെയിൽവേ പുതുതായി അനുവദിച്ച പാലക്കാട് കോഴിക്കോട് പാസഞ്ചർ ട്രെയിനിന് ഒലവക്കോട് നൽകിയ സ്വീകരണ ചടങ്ങിനിടെയാണ് ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത്. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ബി.ജെ.പി ഭാരതാംബ ചിത്രം അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ള എല്ലാ ചടങ്ങുകളിലും അത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഔദ്യോഗികമായിട്ട് അങ്ങനെ ബി.ജെ.പി പറഞ്ഞില്ലെങ്കിൽ കൂടി പ്രാദേശികമായൊക്കെ തന്നെ അത് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താണ് ഒലവക്കോട് സംഭവിച്ചത്? തീർച്ചയായും പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുതുതായി ആരംഭിക്കുന്ന കോഴിക്കോട്ടേക്കുള്ള സ്പെഷ്യൽ ട്രെയിനിന്റെ ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് കർമ്മമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് സ്വീകരണം നൽകിയാണ് ബി.ജെ.പി നേതാക്കൾ. പാലക്കാട് ബി.ജെ.പിയുടെ ജില്ലാ ഭാരവാഹികളടക്കം ഈസ്റ്റ് ജില്ലാ ഭാരവാഹികളടക്കം ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതിനാണ് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളികളുമായി ഭാരതാംബയുടെ ചിത്രം വെച്ച് ഒരു സ്വീകരണം നൽകിയിരിക്കുന്നത്. നേരത്തെ ഗവർണർ ഭാരതാംബയുടെ ചിത്രം വെച്ചത് വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി അതിനെതിരെ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇനി അത് സ്ഥിരമായി ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുമെന്ന ഒരു നിലപാടിലേക്ക് ബി.ജെ.പി പോയിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് എതിർപക്ഷത്ത് ഉടലെടുക്കുമ്പോഴാണ് ബി.ജെ.പിയുടെ ഈ ഒരു നടപടി. എന്തുകൊണ്ട് രാജ്ഭവനിൽ ചിത്രം വെക്കാമെങ്കിൽ തങ്ങൾക്ക് ഇവിടെ റെയിൽവേയിലും ഇത്തരത്തിൽ ചിത്രം ഉപയോഗിച്ച് ഒരു സ്വീകരണം നൽകാം. ഭാരതാംബ ഭാരതത്തിന്റെ പ്രതീകമാണെന്നാണ് ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. എന്തായാലും ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് വല്ലാത്ത തോതിൽ പ്രചരിച്ചതോടെ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. യെസ്, ശ്രീകുമാറാണ് പാലക്കാട് വിശദാംശങ്ങൾ നൽകിയത്.